ചില കളിക്കാർ ചരിത്രം സൃഷ്ടിക്കുന്നു, പക്ഷെ മറ്റു ചിലർ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നു. ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണീര്, തലമുറകളുടെ കാത്തിരിപ്പ്, അതെല്ലാം ഒറ്റ മനുഷ്യന്റെ ഇടത് കാലിൽ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവന്റെ പേര് ലയണൽ മെസ്സി. 2022 ലോകം ഒരു അപൂർണ കഥയുടെ അവസാന അധ്യായം കണ്ടു. അർജന്റീനയുടെ നീലയും വെള്ളയും പതാക വീണ്ടും ലോക ഫുട്ബോളിന് മുകളിൽ പാറി പറന്നു. പക്ഷേ എല്ലാ മഹത്തായ കഥകൾക്കും ഒരു അവസാനമുണ്ട്. മെസ്സിയും ഒരു നാൾ ബൂട്ടഴിച്ചു വെക്കും. അന്നാണ് ലോക ഫുട്ബോൾ ഒരു പുതിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുക. മെസ്സിക്ക് ശേഷം അർജന്റീനയുടെ കഥ എന്തായിരിക്കും? മറ്റൊരു ഇതിഹാസം ജനിക്കാൻ പോവുകയാണോ? അതോ ഒരു ഇതിഹാസത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തു വരാൻ അർജന്റീന വീണ്ടും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമോ? ഇതൊരു കളിക്കാരന്റെ വിരമിക്കലിന്റെ കഥയല്ല, ഒരു ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ അടുത്ത അധ്യായത്തിന്റെ കഥയാണ്. ഇതാണ് മെസ്സിക്ക് ശേഷമുള്ള അർജന്റീനയുടെ ഭാവി. പക്ഷേ അർജന്റീനയുടെ കഥ മെസ്സിയിൽ തുടങ്ങിയതല്ല. മെസ്സിക്ക് മുമ്പും ഈ നീലയും വെള്ളയും നിറമുള്ള ജേഴ്സിക്ക് ഒരു ചരിത്രമുണ്ടായിരുന്നു. അവന്റെ പേര് ഡിയാഗോ മറഡോണ. 1986 ലോകം ഒരു ഫുട്ബോൾ പ്രതിഭയെ മാത്രമല്ല കണ്ടത്, ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ കണ്ടു. മറഡോണ വെറും ലോകകപ്പ് നേടിയില്ല, അർജന്റീന എന്ന രാജ്യത്തെ ലോകത്തിന്റെ നെറുകൈയിലെത്തിച്ചു. പക്ഷേ സമയം ആർക്കു വേണ്ടിയും നിൽക്കില്ല. മറഡോണയുടെ യുഗം അവസാനിച്ചു. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. പ്രതിഭകൾ വന്നു, സൂപ്പർ താരങ്ങൾ വന്നു. പക്ഷേ ലോകം ഓരോ താരത്തിലും ഒരേ മുഖം തിരഞ്ഞു, അടുത്ത മറഡോണ. ആ കാത്തിരിപ്പിനൊടുവിൽ റൊസാരിയോ നഗരത്തിൽ നിന്ന് ഒരു ചെറിയ ബാലനെത്തി, കുഞ്ഞു മെസ്സി. എന്നാൽ മെസ്സിയുടെ യാത്ര എളുപ്പമായിരുന്നില്ല. വിമർശനങ്ങൾ, തോൽവികൾ, നഷ്ടമായ ഫൈനലുകൾ. ചിലർ പറഞ്ഞു അവൻ മറഡോണയല്ല. പക്ഷേ ചരിത്രം ഒരിക്കലും തിടുക്കത്തിൽ വിധി എഴുതിയില്ല. 2022 ഡിസംബർ 18, 36 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. ഒരു രാജ്യം കരഞ്ഞു, ലോകം കൈയടിച്ചു. ഒരു മനുഷ്യൻ തന്റെ കഥ പൂർണ്ണമാക്കി. ഇപ്പോൾ ചരിത്രം വീണ്ടും അതേ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. മറഡോണയ്ക്ക് ശേഷം മെസ്സി വന്നു. എന്നാൽ മെസ്സിക്ക് ശേഷം അർജന്റീന വീണ്ടും ഒരു ഇതിഹാസത്തെ സൃഷ്ടിക്കുമോ? അല്ലെങ്കിൽ ഇനി അർജന്റീനയുടെ ശക്തി ഒരൊറ്റ ഇതിഹാസത്തിലല്ല, ഒരു തലമുറയിലായിരിക്കുമോ?